അലി ഖമേനി കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ ഇനി എന്തായിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്നത്? ഇറാന്റെ ഭാവി എങ്ങനെയായിരിക്കും? യഥാർത്ഥത്തിൽ തന്റെ മരണത്തിലൂടെ ഇറാൻ ജനതക്ക് മാത്രമല്ല സാമ്രാജ്യത്വ ശക്തികൾക്കെതിരായ പോരാട്ടത്തിന് കൂടിയാണ് ആയത്തുള്ള അലി ഖമേനി വീര്യം പകർന്നിരിക്കുന്നത്. ഇത്തരമൊരു രക്തസാക്ഷിത്വം തന്നെയാണ് ഈ ഒരു മുസ്ലിം പണ്ഡിതൻ ആഗ്രഹിച്ചിരുന്നത്. കാരണം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ബങ്കറിൽ ഒളിച്ചതുപോലെ ബങ്കറിൽ ഒളിച്ചില്ല എന്നത് തന്നെ ഖമേനി മരണത്തെ ഭയപ്പെടുന്നില്ല എന്നതിന് കൃത്യവും വ്യക്തവുമാർന്ന തെളിവ് തന്നെയാണ്. മുൻപ് ഒരു കൊച്ചുകുട്ടിയുടെ ചോദ്യത്തിന് 86 വയസ്സുകാരനായിട്ടുള്ള ഖമേനി പറഞ്ഞത് തനിക്ക് അസുഖം ബാധിച്ച് മരിക്കാനല്ല, മറിച്ച് രക്തസാക്ഷിത്വത്തിലൂടെ മരിക്കാനാണ് ഇഷ്ടമെന്നതാണ്. അത്രയ്ക്കും സ്വന്തം രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിക്കാൻ ആഗ്രഹിച്ച ഒരു പോരാളിയാണ് ഇറാൻ നേതാവായിട്ടുള്ള ഖമേനി. തീർച്ചയായിട്ടും ഖമേനി പോയാൽ ഇല്ലാതാകുന്ന സേനയല്ല ഇറാൻ വിപ്ലവ സേന എന്നതും നാം ഈ ഒരു ഘട്ടത്തിൽ ഓർക്കേണ്ടതുണ്ട്. ആയത്തുള്ള അലി ഖമേനിയുടെ പിൻഗാമിയായി വരാൻ പോകുന്നത് രണ്ടാമത്തെ മകനായിട്ടുള്ള മുസ്തഫ ഖമേനിയാണ്. സ്വന്തം പിതാവിന്റെ രക്തസാക്ഷിത്വത്തിനോട് ഒരു മകൻ എങ്ങനെയാണ് പ്രതികരിക്കുക എന്നത് നമുക്ക് എല്ലാവർക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ. 27 അമേരിക്കൻ താവളങ്ങൾ ഇതിനകം തന്നെ ഇറാൻ ആക്രമിച്ചു കഴിഞ്ഞു. ഒരു യുദ്ധക്കപ്പൽ ആക്രമിച്ചതായ റിപ്പോർട്ടും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ആക്രമണം ഇനിയും എന്തായാലും ശക്തമാകാൻ തന്നെയാണ് സാധ്യത. ഈ ഖമേനിയുടെ രക്തസാക്ഷിത്വത്തിന് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ചങ്ക് തകർക്കുമെന്നാണ് ഇറാൻ സേന മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഖമേനിക്ക് പുറമെ നിരവധി സൈനിക മേധാവിമാരും കൊല്ലപ്പെട്ട ഈ ഒരു സാഹചര്യത്തിൽ ഇറാന്റെ പ്രതികാരം അവർ ഉദ്ദേശിച്ച രീതിയിൽ ഇനി നടത്താൻ സാധിക്കുമോ? അതാണ് മുമ്പ് ഞാൻ സൂചിപ്പിച്ചത്. ഖമേനിയോ ഉന്നത സൈനിക മേധാവിമാരോ കൊല്ലപ്പെട്ടാൽ തകരുന്ന സംവിധാനങ്ങളല്ല ഇറാൻ സൈന്യത്തിനുള്ളത്. അവർക്ക് ബദൽ സംവിധാനങ്ങൾ നിരവധിയുണ്ട്. കഴിഞ്ഞ ജൂണിൽ നടന്ന ഇസ്രായേൽ ആക്രമണത്തിൽ നിരവധി ഉന്നത സൈനിക മേധാവിമാരെ ചാവേർ ആക്രമണത്തിലൂടെ ഇസ്രായേൽ കൊലപ്പെടുത്തിയത് നാം എല്ലാവരും കണ്ടതല്ലേ. എന്നിട്ട് ഇത് ഇറാൻ സൈന്യത്തിന്റെ പ്രത്യാക്രമണത്തെ വല്ലതും ബാധിച്ചോ? അത് തന്നെയാണ് ഈ ചോദ്യത്തിനുള്ള എൻ്റെ ആദ്യത്തെ മറുപടി. ഈ സൈനിക മേധാവിമാർ കൊല്ലപ്പെട്ടാൽ അപ്പോൾ തന്നെ പുതിയ മേധാവിമാർ ചാർജ് എടുക്കുന്ന രൂപത്തിലാണ് ഇറാൻ സേനകളുടെ സംവിധാനം. ഇവരുടെ എല്ലാം തലയ്ക്ക് മീതെ ഖമേനിയുടെ മകൻ തന്നെ വരുമ്പോൾ പേർഷ്യൻ പോരാട്ട വീര്യം 10 മടങ്ങായിട്ടാണ് വർദ്ധിക്കുക. ഇറാന് നേരെ ഇനിയും ശക്തമായ ആക്രമണം നടത്തുമെന്നാണ് ട്രംപ് പറയുന്നത്. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? തീർച്ചയായിട്ടും അത് ഇറാനും പ്രതീക്ഷിക്കുന്നുണ്ട്. അമേരിക്കയുടെ താവളങ്ങൾക്ക് നേരെ നടന്ന വ്യാപക ആക്രമണത്തിൽ അനവധി അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ആ കണക്ക് നാണക്കേട് കൊണ്ട് മാത്രമാണ് അമേരിക്ക ഇതുവരെ പുറത്തുവിടാത്തത്. പാശ്ചാത്യ മാധ്യമങ്ങളെല്ലാം അമേരിക്കയ്ക്കും ഇസ്രായേലിനും കുട പിടിക്കുന്നതിനാൽ ഇറാന്റെ നഷ്ടം മാത്രം ഉയർത്തിക്കാട്ടാനാണ് അവരെല്ലാവരും ശ്രമിക്കുന്നത്. അതെന്തായാലും പറയാതിരിക്കാൻ കഴിയില്ല. ഈ സോഷ്യൽ മീഡിയ ഇല്ലായിരുന്നുവെങ്കിൽ അമേരിക്കൻ താവളങ്ങൾക്ക് നേരെ നടന്ന ആക്രമണ ദൃശ്യങ്ങൾ പോലും പുറത്തു വരില്ലായിരുന്നു. ഈ ഇസ്രായേലിനും കനത്ത തിരിച്ചടി തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. നിരവധി ബാലിസ്റ്റിക് മിസൈലുകൾ അവിടെ വീണിട്ടുണ്ട്. അതിന്റെ കെടുതികൾ എത്രമാത്രമാണ് എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല. ഇപ്പോൾ പുറത്തു വന്നതിനും അപ്പുറമുള്ള പലതും താമസിയാതെ പുറത്തു വരുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. സംഘർഷം ഇനിയും ഇതുപോലെ തന്നെ നീണ്ടാൽ അതിന്റെ പര്യവസാനം എങ്ങനെ ആവാനായിരിക്കും സാധ്യത? ഒരു കാര്യം എന്തായാലും ഇവിടെ ഉറപ്പാണ്. ഇറാനെ ആക്രമിച്ച് കീഴടക്കി അവിടെ അമേരിക്കക്കും ഇസ്രായേലിനും താല്പര്യമുള്ളവരെ ഭരണം ഏൽപ്പിക്കാമെന്നൊരു അജണ്ട ഒരിക്കലും എന്തായാലും നടക്കാൻ പോകുന്നില്ല. ഈ ആക്രമിച്ച് കീഴടക്കി വരുതിയിലാക്കാൻ പറ്റുന്ന ഒരു രാജ്യമല്ല ഇറാൻ. ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന സയനിസ്റ്റ് തന്ത്രവും ആയത്തുള്ള അലി ഖമേനിയെ വധിച്ചതിലൂടെ ഇനി നടക്കുകയില്ല. ഇറാൻ ഭരണകൂടത്തിനെതിരെ മുമ്പും പ്രക്ഷോഭത്തിന് ഇറങ്ങിയവർ പോലും ഇപ്പോൾ അമേരിക്കക്കും ഇസ്രായേലിനുമെതിരെ തെരുവിലിറങ്ങുന്ന കാഴ്ചയാണ് ഇറാനിൽ എങ്ങും കാണുന്നത്. അമേരിക്കൻ അജണ്ട ചീറ്റിപ്പോയി എന്നതിന് ഒരു ഒന്നാന്തരം തെളിവ് തന്നെയാണിത്. മാത്രമല്ല ഇറാനെ വിഭജിക്കാനുള്ള ഇസ്രായേലിന്റെ തന്ത്രമാണ് അമേരിക്കയുമായി ചേർന്ന് നടപ്പാക്കാൻ ശ്രമിക്കുന്നത് എന്ന ഇറാൻ നേതൃത്വത്തിന്റെ മുന്നറിയിപ്പിനെയും ഇറാൻ ജനത വളരെ ഗൗരവത്തോടെയാണ് നോക്കിക്കാണുന്നത്. ഈ ഖമേനി കൊല്ലപ്പെട്ടാൽ ഇറാനിൽ ആഭ്യന്തര കലാപം ഉണ്ടാകുമെന്നും അതോടെ ഭരണമാറ്റം സംഭവിക്കുമെന്നുമുള്ള ട്രംപിന്റെയും നെതന്യാഹുവിന്റെയും കണക്കു തെറ്റിക്കുന്ന സംഭവ വികാസങ്ങൾ തന്നെയാണിത്. ഇറാൻ ഇനിയും ശക്തമായി തന്നെ തിരിച്ചടിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അവരുടെ അടുത്ത ലക്ഷ്യം ആ മേഖലയിൽ തമ്പടിച്ചിട്ടുള്ള അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലുകൾ തന്നെയായിരിക്കും. ഖമേനി കൊല്ലപ്പെടുന്നതിന് മുമ്പ് പറഞ്ഞതും ഈ കപ്പലുകളെല്ലാം തന്നെ കടലിൽ മുക്കുമെന്നത് തന്നെയാണ്. അദ്ദേഹത്തിന്റെ ആ ആവശ്യം നടപ്പാക്കാനായിരിക്കും ഇറാൻ ഇനി എന്തായാലും ശ്രമിക്കുക. ഈ ഗൾഫ് മേഖല ഇപ്പോൾ ഏതാണ്ട് സ്തംഭിച്ചൊരു അവസ്ഥയിലാണുള്ളത്. ഹോർമൂസ് കടലിടുക്കും ഇറാൻ അടച്ചു കഴിഞ്ഞു. ഇത്തരമൊരു സാഹചര്യം നീണ്ടുപോകുന്നത് ലോക വ്യാപാരത്തെ തന്നെയാണ് അവിടെ സ്തംഭിപ്പിക്കുക. അത്തരമൊരു സാഹചര്യം ഒഴിവാക്കാൻ ലോകരാജ്യങ്ങൾ ഇടപെടുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇവിടെ ഒരു കാര്യം എന്തായാലും പറയാതിരിക്കാൻ കഴിയില്ല. ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയായിട്ടുള്ള അമേരിക്കയും അവരുടെ സഖ്യകക്ഷിയായിട്ടുള്ള ഇസ്രായേലും സർവ്വസന്നാഹങ്ങളുമായിട്ട് രംഗത്തെത്തിയിട്ടും ഒറ്റക്ക് നിന്ന് പോരാടാൻ ഇറാൻ കാണിച്ച ആ ഒരു ചങ്കൂറ്റമുണ്ടല്ലോ, അതിനെന്തായാലും ഒരു ബിഗ് സല്യൂട്ട് നൽകാതിരിക്കാൻ കഴിയുകയില്ല.
ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരേ സമയം ഇത്രയും അമേരിക്കൻ താവളങ്ങൾ ആക്രമിക്കപ്പെടുന്നത് എന്നതും നമ്മൾ തിരിച്ചറിയണം. ഈ പലസ്തീനിൽ പിടഞ്ഞു വീണ 1,00,000 പാവങ്ങളുടെ ചോരയ്ക്ക് പകരം ചോദിക്കാൻ അറച്ചുചെയ്യുന്ന ഇസ്ലാമിക് അറബ് രാജ്യങ്ങൾ ഇറാൻ ഇസ്രായേലിലേക്ക് അയച്ച ഓരോ മിസൈലുകളും പലസ്തീനുകളുടെ കണ്ണീരിനുള്ള മറുപടി കൂടിയാണ് എന്നതുകൂടി തിരിച്ചറിയുന്നത് വളരെ നല്ലതായിരിക്കുമെന്നതാണ് ഈ ഒരു ഘട്ടത്തിൽ എനിക്ക് പറയാനുള്ളത്. ലോകത്ത് ഇസ്രായേൽ ഭയപ്പെടുന്ന ഒരേ ഒരു രാജ്യവും ഇറാൻ തന്നെയാണ്. ഈ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള പകയുടെ ആണിക്കല്ല് എന്ന് തന്നെ പറയുന്നത് തന്നെ പലസ്തീൻ വിഷയവും അതുപോലെ തന്നെ ഗാസയുമാണ്. അതുകൊണ്ട് തന്നെയാണ് ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെ ലോകത്തെ ഇസ്ലാമിക് രാജ്യങ്ങളിലെ ജനങ്ങളിൽ ഭൂരിപക്ഷം പേരും അവരുടെ രാജ്യങ്ങളിലെ അമേരിക്കൻ താവളങ്ങൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തുന്ന ഈ ഒരു ഘട്ടത്തിൽ പോലും ഇറാനൊപ്പം ഉറച്ചു നിൽക്കുന്നത്. ഗൾഫ് മേഖലകളിലെ ഭരണകൂടം അമേരിക്കയ്ക്ക് ഒപ്പമാണെങ്കിൽ അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ച് ഇപ്പോഴും ഇറാൻ പോരാളികളുടെ രാജ്യം തന്നെയാണ്. അക്കാര്യത്തിൽ എന്തായാലും ഒരു സംശയവും വേണ്ട.